കുത്തം മിനാറിൻ്റെ ഉള്ളിലെ ഭാഗം അതൊക്കെ കണ്ടാ. ഇത് ഫ്ലൈറ്റ് പോകുന്ന കാണുന്നുണ്ട് തോന്നുന്നത്. കാണുന്നുണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല. അതാ അത് പക്ഷിയാണ്. ഫ്ലൈറ്റ് പോകുന്നുണ്ട്. കാണാൻ പറ്റുമോ എന്നറിയില്ല. അണ്ണാനെ കണ്ട സാധാരണ അണ്ണന്മാർ നമ്മൾ കണ്ടതിന് ഓടുകയാണ്. ഇത് കണ്ട ഇതാ വരുന്നുണ്ട് നമ്മൾ വിളിക്കുമ്പോൾ. അല്ലേ നമ്മൾ വിളിക്കുമ്പോൾ വേഗം വരുന്നുണ്ട് അണ്ണാൻ. ഹലോ സാധാരണ അണ്ണാനെന്ന് നമ്മൾ കണ്ട മൈൻഡാക്കലുതാ. എന്ത് രസം കാണാൻ. ഇത് വളരെ പഴക്കം ചെന്ന സ്ഥലമായതുകൊണ്ട് ഇതിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് ഉള്ളത്. പക്ഷെ അത് അവർ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ട് കാത്ത് സൂക്ഷിച്ചതുകൊണ്ടാണ് ഇത് ഇത്രയും നല്ല ഭംഗിയിൽ നിൽക്കുന്നത്. പക്ഷേ ആ പൊട്ടിയത് പോലെ തന്നെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ യാത്ര പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നല്ല കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ഇത് എനിക്ക് തോന്നിയ നമ്മുടെ കുറേ എംബസികളുണ്ട് ഇതിൻ്റെ നടുക്ക്. ഈ അപ്പുറം ഇപ്പുറം ഓരോ രാജ്യത്തിൻ്റെ എംബസികളാണ് ഉണ്ടാകുക. ആ എംബസികളാണ് അതിൻ്റെ ചുറ്റുമുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ടോ? എവിടെ പോയാലും ചുറ്റും പാർക്കുകളാണ്. ഇവരെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗാർഡൻ. കണ്ടാ, റോഡുമ്മലെല്ലാം ഫുൾ ഗാർഡനാണ്. റോഡ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കും. പക്ഷേങ്കിൽ ഇത്രയും സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും ഗാർഡൻ എന്ന് പറയുമ്പോൾ. ചെറിയ സ്ഥലം ഒന്നുമില്ല. കേട്ടോ, വയലറ്റ് പൂക്കളൊക്കെ കണ്ട് നിറഞ്ഞതാ റോഡാണ്. ഈ സർക്കിളിന് ചുറ്റും റോഡ് പോകുന്നു. ഇതിപ്പം പല എംബസികളും ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. അതിവിടെ കണ്ടോ, ഇതൊക്കെ ഓരോ എംബസികളാണ്, ഓരോ രാജ്യത്തിൻ്റെ എംബസികളാണ്. ഇടത്തും ഉണ്ടാവും വലതും ഉണ്ടാവും. നിറയെ ഫ്ലവേഴ്സാണ് ഉണ്ടാവുക ഇവിടെ. റോഡ് സൈഡിൽ രണ്ട് സൈഡിലും നിറയെ ഫ്ലവർ. ഗാർഡൻ സർക്കിളിന് ചുറ്റും വാഹനങ്ങൾ ഓടുമ്പോൾ നടുക്ക് മൊത്തം ഈ രണ്ട് സൈഡിലുണ്ടല്ലോ ഫ്ലവർ. സർക്കിളിൻ്റെ ചുറ്റും വാഹനങ്ങൾ ഓടുമ്പോൾ അതിൻ്റെ നടുക്ക് ഫ്ലവറും മരങ്ങളുമായിട്ടുള്ള അയ്യോ ആ ഒരു ഭംഗി ഭയങ്കര രസമാണ്. കാണേണ്ട രസമാണ് കേട്ടോ. നമ്മളിൽ പാർലമെൻ്റൊക്കെ കാണാനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഇത് കണ്ടോ, ജീവിക്കാൻ പൈസക്ക് വേണ്ടിയിട്ടുള്ള ഓരോ അഭ്യാസ വിദ്യകളാണ് ഈ കുട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസമായിരുന്നു. ഇവരൊക്കെ ചെയ്തപ്പോൾ നമ്മളൊന്നും കൂടി ചെയ്യിച്ച് പൈസയൊക്കെ കൊടുത്തു. പോരാതെ നമ്മൾ പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്ക്. അവർ അമ്മയും 2 മക്കളും 3 മക്കളുണ്ട്. ഒരു കുട്ടി എവിടെ പുറത്തേക്കാണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കുട്ടിയുടെ അഭ്യാസം കണ്ടോ, ജീവിക്കാൻ വേണ്ടി. നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അവർ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നതെന്ന് ഈ കുട്ടികളൊക്കെ കാണേണ്ട ഒരു അറിവാണിത്. നല്ലൊരു ബാല്യക്കാരത്തി പെൺകുട്ടി കണ്ടോ, എത്ര കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ പഠിച്ച് അഭ്യസിക്കുന്നുണ്ടാകുക. ഇത് ഇന്ദിരാഗാന്ധിൻ്റെ മ്യൂസിയമാണ്. ഇവിടെ പിന്നെ അങ്ങനെ ഉള്ളിലിട്ടൊന്നും ഫോൺ എടുക്കാൻ പറ്റില്ല. അപ്പോൾ പുറമെ നിന്നുള്ള ചെറിയ വീഡിയോ ആണ്. ഇവരിലെല്ലാം ഉപയോഗിച്ച സാധനങ്ങളും ഇവരെ കൊന്ന സ്ഥലങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലം ഇവിടെ മ്യൂസിയം. ഇന്ദിരാഗാന്ധിയുടെ ഒരു പഴയ ഫോട്ടോ പുറത്ത് വലുതായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്.
ഇത് കണ്ടോ, പണ്ടത്തെ പണ്ടുകാലത്തുള്ള ഒരു ഫോട്ടോ. ആൾക്കൂട്ടവും ഇന്ദിരാഗാന്ധിയും എന്തോ ചാടിക്കൊടുക്കുന്ന വണ്ടിയിൽ നിന്ന്, അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ്. ഇവിടെ വെച്ചാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചിരിക്കുന്നത്. അവിടെ അവർ വേറെ തന്നെ ഒരു ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് നല്ലൊരു, ഇവിടുന്ന് ഇന്ദിരാഗാന്ധി പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇവരുടെ കാവൽക്കാരൻ തന്നെയാണ് ഇവരെ വെടിവെച്ച് കൊല്ലുന്നത്. അവിടെ ഒരു പിന്നെ കാവൽക്കാരൻ്റെ ഒരു പച്ച ഇത് കണ്ടോ, അവർ നിൽക്കുന്ന സ്ഥലം അത്. അവിടെ നിന്ന് ഇന്ദിരാഗാന്ധി പുറത്തേക്ക് പോകുന്ന സമയത്ത് വെടിതീർക്കുകയും അവിടെ നിന്ന് തന്നെ മരണപ്പെടുകയും ചെയ്യാണ് ഉണ്ടായത്. ഇതാണ് ആ സ്ഥലം. ഓക്കെ, എന്ത് ഭംഗിയാണെന്നറിയാം. പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് കണ്ട് ഇന്ദിരാഗാന്ധി പ്രസംഗിക്കുന്നതും ആൾക്കാരും, അത് വേറെ തന്നെ ഒരു രസമാണ്. പഴയ കാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് എന്ത് രസമാണ്, എന്തൊരു തേജസ്വാണ് മുഖത്ത് ഉണ്ടോ. ഇന്ദിരാഗാന്ധി ഇവിടുന്ന് പുറത്തേക്ക് നടന്നിട്ട് വരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ ഇവിടെ നിൽക്കുന്ന കാവൽക്കാരൻ തന്നെയാണ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നത്. എല്ലാവർക്കും അറിയുന്നതാണല്ലോ അത്. ഇതാണ് സ്ഥലം. പിന്നീട് അവർ അവിടെ പ്രത്യേക തരം ഒരു ഗ്ലാസ് ഇട്ടിട്ട് കണ്ടോ, ഒരു ബ്ലാക്ക് ഗ്ലാസ് കണ്ടോ, അവിടെ നിന്നാണ് അവിടെ എത്തുമ്പോഴാണ് ഇയാൾ ഇവിടുന്ന് വെടിയുതിർത്തത്. അപ്പോൾ തന്നെ അവിടെ മരിക്കുകയും ചെയ്തു. അതിനുശേഷം അവരവിടെ ഗ്ലാസ് ഇട്ടിട്ട് അവിടെ അടച്ചതാണ്. ഓക്കെ, ഇതിൻ്റെ എൻട്രൻസ് ആണിത്. ഞങ്ങൾ പുറത്തേക്ക് കടന്നു, മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു. പാവപ്പെട്ട ആൾക്കാരുടെ കൂടെ ഇന്ദിരാഗാന്ധി അവർക്ക് എടുത്തു കൊടുക്കുന്ന ഒരു ഭക്ഷണം എടുത്തു കൊടുക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത്. നല്ലൊരു കാഴ്ചയാണ്. ഉണ്ടോ, നമ്മളിപ്പോൾ പോകുന്നത് ഇന്ത്യ ഗേറ്റിലേക്കാണ്. കണ്ടോ, എൻ്റെ വഴി കണ്ടോ, ഇന്ത്യ ഗേറ്റ്. അതിൽ കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഗേറ്റ് പോലെ ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഉണ്ടാവും, അതാണ് ഇന്ത്യ ഗേറ്റ്. പക്ഷെങ്കിൽ അത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇവിടെ വരും, കാണും. ഡൽഹി യാത്ര ഒരു സത്യം പറഞ്ഞാൽ ഒരു വളരെ നല്ലൊരു യാത്രയായിരുന്നു. നമ്മൾ സ്ഥലം മറന്നു, ഇന്ത്യ ഗേറ്റ്, ഇന്ത്യ ഗേറ്റ് ഇപ്പം നമ്മൾ ഇന്ത്യ ഗേറ്റിലുള്ളത്. പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പോയത് കുത്തബ് മിനാറിലേക്കായിരുന്നു. കുത്തബ് മിനാറിൽ പറഞ്ഞാൽ ശരിക്കും അത് കാണാൻ അത്രയും മനോഹരമായിട്ടുള്ള, എന്താ പറയുക, നമുക്ക് ശരിക്കും പറഞ്ഞാൽ പഴയ പല ഓർമ്മകളും. ശരിക്കും അവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഒന്നാമത് വാസ്തുശില്പം മാത്രമല്ല കേട്ടോ, പിന്നെ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഓർമ്മകൾ, നമ്മുടെ ചക്രവർത്തിമാരും അവരൊക്കെ എന്തൊക്കെയായിരുന്നു, നമ്മളുടെ ഈ ഒരു സംസ്കാരത്തിനൊരു പറ്റിയ മാറ്റങ്ങളും അതൊക്കെ നമുക്ക് അവിടെ കണ്ടിരുന്നു. പിന്നെ ഞാൻ ശരിക്കും അത് എൻജോയ് ചെയ്തു. ഞാൻ പ്രിയൻ്റെ കൂടെ വന്നൊരു ഗസ്റ്റ് മാത്രമാണ്, പക്ഷെ ഞാൻ ശരിക്കും അത് എൻജോയ് ചെയ്തു. പക്ഷെ പ്രിയ മുഴുവൻ എന്താ ചെയ്തെന്നത്, പ്രിയ മുഴുവൻ അതിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് വീഡിയോ കിട്ടേണ്ടതെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രിയ വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്തു, പക്ഷെ അത് ആസ്വദിക്കാൻ പ്രിയക്ക് സമയം കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അത് പ്രിയ ചെയ്തത് ഇത് കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.